ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഡേയ്സ് ഇറൈ എന്ന സിനിമയുടെ അങ്ങനെ അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് തോന്നുന്നു. അപ്പം അതിന്റെ ടീസർ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പിന്നെ അതെ, രാഹുൽ സദാശിവൻ അദ്ദേഹത്തിന്റെ പടമാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാലമാണെങ്കിലും പ്രമേയമാണെങ്കിലും നമ്മളെ ഞെട്ടിച്ച രണ്ട് അതെ എന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള ഹൊറർ മൂവീസ് ആണ് പുള്ളി. ഭൂതകാലമാണെങ്കിലും നമ്മൾ ആ ഒരു പാറ്റേൺ അതെ നമ്മൾ കണ്ടില്ല, ഭയങ്കര വെറൈറ്റിയാണ്. പ്രമേയമാണെങ്കിലും ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ ഈ ഒരു സിനിമയും വ്യത്യസ്തത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രണ്ട് പടങ്ങൾ കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും പിന്നെ പ്രണവ് മോഹൻലാൽ സെലക്ട് ചെയ്യുന്ന പടങ്ങളൊക്കെ എനിക്കൊന്ന് ഒരു പടവും കൊണ്ടേ ഉള്ളു ഇച്ചിരി ഫ്ലോപ്പ് ആയത്. ബാക്കി സെലക്ട് ചെയ്യുന്ന പടങ്ങളെല്ലാം നല്ല പടങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഈ ഒരു സിനിമയിലുണ്ട്. നമുക്ക് എന്തായാലും ഇതിന്ന് കണ്ടു നോക്കാം. പ്രേതത്തിന്റെ മട മ്യൂസിക് കേട്ടോ. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ. അങ്ങനെ എനിക്ക് തോന്നുന്നതൊക്കെ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരെന്ത് വിചാരിക്കും? എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? ഇത് ശരിക്കും ഞാനാണ് ആദ്യം കണ്ടത്. ഞാൻ രാവിലെ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയാണ് വെള്ളത്തിൽ കിടക്കുന്നതെന്ന് വിചാരിച്ചു. ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരിക അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ? പേടി വരുന്നേ. വേറാരോടും പറഞ്ഞത് വിശ്വസിക്കും. എന്തെങ്കിലും പേടിപ്പിക്കാനായിരിക്കും. തിയേറ്ററിൽ പോയിരുന്ന് കാണണം എന്നുള്ളത് ഈ ഒരു ട്രെയിലറിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഈ ട്രെയിലർ കാണുമ്പോൾ ഹൊറർ മൂവീസ് ഫാൻസിന് ഒന്ന് തിയേറ്ററിൽ എന്തോരം പോയി കാണാൻ. ട്രെയിലറിനകത്ത് തന്നെ നമുക്കൊരു പേടിപ്പിക്കുന്ന കുറെ സീൻസും ബീജിയം ആണെങ്കിലും ഇല്ലേ, കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള സ്ട്രെയിഞ്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലെ വേറെ പടത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള കുറെ സ്ട്രെയിഞ്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്, അതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രെയിലർ കണ്ടവര് ഇല്ലേ, ഹൊറർ മൂവി ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവന്റെ മൈൻഡിൽ ഇതെന്തോ ഒരു തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നുന്നുണ്ട്. ആ രീതിയിലുള്ള കട്ട്സ് ആണ് ഈ ഒരു ട്രെയിലറിനകത്ത് വെച്ചേക്കുന്നത്. അത് ആ കിടുവായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നിനൊരു വ്യക്തത വന്നിട്ടില്ല. ഈ ട്രെയിലറിനകത്ത് നമുക്ക് ഇതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഒറ്റ ആ കുടുംബത്തിൽ ഒരാളെ ഉള്ളു, അത് പ്രണവമാണ്. പുള്ളിക്ക് എന്തോ തരുന്നില്ല. ഏത് ടൈപ്പിലുള്ള ഹൊറർ എന്ന് വെച്ചാൽ ഈ രാഹുൽ സദാശിവന്റെ രണ്ട് പടങ്ങളും നമുക്ക് ഇപ്പൊ ഭൂതകാലമാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഹൊറർ പടമാണെങ്കിൽ അതിന്റെ ഒരു പ്രേരത്തെ കാണിക്കുന്നില്ല. എന്തോ ഒരു രൂപ അവസാനം ഒരു ക്ലൈമാക്സ് സീൻ മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം അവിടെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ അനങ്ങുന്നു, അത് വെച്ചിട്ടാണ് നമ്മളെ പേടിപ്പിച്ചത്. പിന്നെ ഈ പ്രമേയം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ചാത്തനെ വെച്ചുകൊണ്ട് ഒരു പഴയ കാലത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ആ രീതി നമ്മളെ പേടിപ്പിച്ചു. അപ്പം അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് എന്ത് സർപ്രൈസ് ആണ് നമുക്ക് തരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തുവരും നമുക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷയുണ്ട്. പിന്നെ പ്രണവിന്റെ ലുക്ക് എടുത്തു പറയേണ്ടതാണ്. കിഡ് ലുക്ക് അല്ലേ, ഇതുവരെ കണ്ടതിനകത്ത് പ്രണവിനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ഇതിനകത്ത് തന്നെയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ആ ഒന്ന് രണ്ട് സീൻസിനകത്ത് പുള്ളിയുടെ ആ ഒരു ആക്ടിങ് ആണെങ്കിലും ഇല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഒരു നീറ്റ് നല്ലൊരു സൂപ്പറായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങള് ഹൊറർ ഫാൻസ്, ഹൊറർ മൂവി ഫാൻസുകാരാണ്. അപ്പൊ എന്തോ ഞങ്ങൾ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ട പടമാണ്. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് കാണണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം നല്ല പടമാകട്ടെ, നല്ല പടമാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.